താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ്. ഒരു ഭക്തൻ എന്ന നിലയിൽ നിങ്ങൾക്കൊരു ആവശ്യമുണ്ട്. ലോകത്തിൽ നിന്ന് ലോകമനുഷ്യനായി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത ആവശ്യം. അത് നേടിയെടുക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു പോകും. നമുക്കറിയാം എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നത്. പ്രാർത്ഥനയിലൂടെ. നമ്മുടെ പരാജയത്തെ പ്രാർത്ഥന ജയമാക്കി തീർക്കും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം നമുക്ക് ജയം നൽകും, അല്ലെങ്കിൽ വിടുതൽ നൽകും. ഇതൊരു വശം. ഇതിനൊപ്പം തന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പ്രാപിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരുവനുണ്ട്. അതാണ് പിശാച്. അപ്പോൾ നമ്മൾ പരാജയപ്പെടുവാൻ വേണ്ടി പിശാച് എന്ത് ചെയ്യും? നമ്മുടെ ജയത്തിന് കാരണമായിരിക്കുന്ന പ്രാർത്ഥനയെ തകർക്കും. എങ്ങനെയാണ് പിശാച് നമ്മുടെ പ്രാർത്ഥനയെ തകർത്ത് നമ്മെ തോൽപ്പിക്കുന്നത്? അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. അപ്പോൾ പിശാച് നമ്മെ തോൽപ്പിക്കുമെന്നുള്ളത് എൻ്റെ ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതല്ല. വിശുദ്ധ വേദപുസ്തകം അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിലൂടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അപ്പോൾ സാത്താൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മെ തോൽപ്പിക്കുക. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അപ്പോൾ തോൽപ്പിക്കുന്നതിന് വേണ്ടി സാത്താന് ചില തന്ത്രങ്ങളുണ്ട്. എങ്ങനെ സാത്താൻ്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും? നമ്മുടെ പ്രാർത്ഥനയെ നിലനിർത്തുവാനായിട്ട് കഴിയും. അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2-ാമത്തെ പുസ്തകം 32-ാം അധ്യായം 9 മുതൽ താഴേക്ക് ക്രമാനുഗതമായി നിങ്ങൾ വായിച്ചു വരുമ്പോൾ വളരെ അനുഗ്രഹീതമായ, ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തുവന്നിരിക്കുന്ന ഒരു സംഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്തൊക്കെയാണ്? പിശാചിൻ്റെ അഥവാ ശത്രുവിൻ്റെ തന്ത്രം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവജനത്തിൻ്റെ പ്രാർത്ഥന. അപ്പോൾ ആ സംഭവത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടായിരുന്നാട്ടെ. ഒരു വശത്ത് ദൈവത്തിൻ്റെ ജനമുണ്ട്. ഈ പകലിൽ എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ അവർ വലിയൊരു പ്രശ്നത്തിന് മധ്യത്തിലാണ്. അപ്പോൾ ശരിയാണല്ലോ, നമ്മളും അവരും ഒന്നാണ്. ഒന്നായതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെ? ദൈവത്തിൻ്റെ ജനമെന്ന നിലയിൽ. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവാൻ പോകുന്നു. അവർ ആക്രമിക്കപ്പെടുവാൻ പോകുന്നു. ആക്രമണ മുഖാന്തരം അവർ കൊല്ലപ്പെട്ടേക്കാം. അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടേക്കാം. അവരുടെ രാജ്യം, യഹൂദ എന്ന രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടേക്കാം. അവർ അടിമകളായി പിടിക്കപ്പെട്ടേക്കാം, അഥവാ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടേക്കാം. അവരുടെ സമ്പത്ത് അവരിൽ നിന്ന് ശത്രുവിലേക്ക് പോയി ചേർന്നേക്കാം. ഇങ്ങനെ എല്ലാ നിലകളിലും വലിയൊരു പ്രതിസന്ധിയുടെ മുൻപിൽ അവരായിരിക്കുന്നു. അല്ലേ? എങ്ങനെ മുൻപോട്ട് പോകും? എന്ത് ചെയ്യും? ഇതെന്തായിത്തീരും? അയ്യോ, ആ പേടിപ്പെടുത്തുന്ന അവസ്ഥ. മറുവശത്ത് അവരെ പേടിപ്പിക്കുന്ന അശൂർ രാജാവായ സൻഹേരീവും തൻ്റെ പടജനവും, ഭയങ്കരന്മാരായ ശക്തന്മാരായ സൈന്യം. അപ്പോൾ എങ്ങനെയാണ് ഈ ദൈവജനത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ശത്രു ശ്രമിക്കുന്നത്? ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ലോകത്തിൽ പല യുദ്ധങ്ങളും ഉണ്ടാകാറുണ്ട്. ആ യുദ്ധങ്ങളെല്ലാം ആയുധം കൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ ഇവിടെ ഒരല്പം വ്യത്യാസമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, യുദ്ധം ദൈവജനത്തിന് വിരോധമായാണ്. ആരുടെ യുദ്ധം? ശത്രുവിൻ്റെ യുദ്ധം ദൈവജനത്തിന് വിരോധമായിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ആയുധമല്ല പ്രയോഗിക്കപ്പെടുന്നത്. ആയുധം കൊണ്ടല്ല ശത്രു നിങ്ങളെ തകർക്കുവാനായി കടന്നു വരുന്നത്. പിന്നെയോ, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ആയുധം എന്തെന്ന് പിശാചിന് നല്ലതുപോലെ അറിയാം: പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയെ തകർക്കുവാൻ കൈക്കരുത്തിന് കഴിയുമോ? കഴിയത്തില്ല. എത്ര ഉപദ്രവിച്ചാലും പ്രാർത്ഥന കൂടത്തേ ഉള്ളൂ. പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും, ഉപവസിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപവസിക്കും. അതല്ലേ സഹോദര, അതല്ലേ സഹോദരി? അങ്ങനെയൊന്നും നമ്മളെ ജയിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഈ പ്രാർത്ഥനയെ തകർക്കുവാൻ, ഈ പ്രാർത്ഥനയെ ആയുധത്തെ തകർക്കുവാൻ ശത്രു എടുക്കുന്ന തന്ത്രങ്ങൾ. ഒന്നാമത്തെ ശത്രുവിൻ്റെ തന്ത്രം 32-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാനും എൻ്റെ പിതാക്കന്മാരും അതത് ദേശങ്ങളിലെ സകല ജാതികളോടും എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടെ ഞാൻ കുറേ കാലമായി ഉണ്ട്, ഇവിടെ ആരൊക്കെ നിൽക്കണം, ആരൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിൽക്കണം, അത് തീരുമാനിക്കുന്നത് ഞാനാണ്. കൂടുതൽ ആളായാൽ നീ വീട്ടിൽ പോയിരിക്കും. അതേ സഹോദര, ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിൻ്റെ ഭീഷണി. അതല്ലേ സഹോദരി? കൂടുതൽ കളിച്ചാൽ വന്ന് കയറിയതുപോലെ വീട്ടിൽ പോയിരിക്കും. ഞങ്ങൾ പറയും, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളുടെ ഇഷ്ടങ്ങളെ നടക്കത്തുള്ളൂ. പറ്റുമെങ്കിൽ അടങ്ങി ഒതുങ്ങി
ഇപ്പോൾ അതൊക്കെ മാറി, നീ നിൽക്കണ്ട, നീ ഇതിനകത്ത് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മോള് ഞങ്ങളുടെ വീട്ടിനകത്തിരിക്കും. അല്ലേ സഹോദര? ഭീഷണിയാ. ഇനി എത്ര കാലം നീ ഈ ബിസിനസ് ചെയ്ത് മുൻപോട്ട് പോകും കാണാം, അല്ലേ? ഭീഷണി. തലമുറകൾക്ക് വിരോധമായി. നോക്കട്ടെ എവിടെ എത്തുമെന്ന്, നിന്റെ തലമുറകൾ എവിടെ എത്തുമെന്ന്. ഞങ്ങളെക്കുറിച്ച് നിനക്ക് അറിയാത്തതല്ലോ. അയ്യോ, ഒരു അമ്മയെന്ന നിലയിൽ, അപ്പനെന്ന നിലയിൽ ഉയിര് പോകുവാൻ അത് മതി ഉള്ള ആ വിചാരങ്ങൾ ചെയ്ത് മന്ത്രവാദികളുടെ പുരകളിൽ കയറി ഇറങ്ങി നടക്കുന്നവർ ഭീഷണിപ്പെടുത്തുകയാണ്. പല നിലകളിൽ ഭീഷണിപ്പെടുത്തുകയാണ്. എന്തിന്? നിങ്ങളുടെ പ്രാർത്ഥനയെ തകർത്ത് കളയുവാൻ. ആ ഭീഷണി വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവന്മാരുടെ മുമ്പിലൊന്നും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ പ്രാർത്ഥനയെ കൊല്ലുവാൻ വേണ്ടി സൻഹേരീബും അവൻ്റെ പടജനവും പടനായകന്മാരും ദൈവത്തിൻ്റെ ജനത്തെ ഭീഷണിപ്പെടുത്തുന്നു. 1. ഇനി 2, ചോദ്യം ചെയ്യുന്നു. 32-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. എൻ്റെ പിതാക്കന്മാർ നിർമൂലനാശം വരുത്തിയിരിക്കുന്ന ജാതിയുടെ സകല ദേവന്മാരിലും വച്ച് ഒരുവനും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കേ. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് നോക്ക്. എടാ, നിന്നെക്കാൾ ചാടിയവന്മാരും നിന്നെക്കാളും കഴിവുള്ളവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നോട് കളിച്ചതുകൊണ്ട്, ഞങ്ങളോട് കളിച്ചതുകൊണ്ട് ഇത് നാട്ടിൽ പോയി ഇരിപ്പുണ്ട്. ജോലിയില്ലാതെ വാരിക്കെട്ടി പോകും. നിന്നെക്കാളും കേമികളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വന്ന് കയറിയിട്ടുള്ളതാ. പക്ഷെ ഒന്നും ഇന്ന് ഇല്ല. ഇതിലും വലിയ ഐക്യതയിലും സന്തോഷത്തിലും പേരിലും പെരുമയിലും ഒക്കെ ജീവിച്ചതാ, ഞങ്ങളോട് കളിക്കാൻ വന്നതാ. അതുകൊണ്ട് വേണ്ട. ആ പിള്ളേരുടെയൊക്കെ അവസ്ഥ അറിയാമല്ലോ, എന്തായി തീർന്നു. ചോദിച്ച് മനസ്സിലാക്ക്. ഞങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട. ഇത് അധികകാലമൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ നിനക്ക് പറ്റത്തില്ല. ഞങ്ങളെ എതിർത്തുകൊണ്ട് ഈ സ്ഥാപനമായിട്ട് നീ മുൻപോട്ട് പോകത്തില്ല. അകത്തു നിന്നും പുറത്തു നിന്നും പ്രശ്നം, ശത്രു ചോദ്യം ചെയ്യുക. ആർക്ക് കഴിയും? പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? അയ്യോ, മടുപ്പിക്കുക. ശത്രു തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുമ്പോൾ മടുത്തു പോവുക. നമ്മൾ തന്നെ ഈ ചോദ്യം നമ്മളോട് ചോദിച്ചു തുടങ്ങും. വല്ലതും നടക്കുമോ? ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റുമോ? ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് എൻ്റെ കുടുംബം നേരെ ആവുമോ? ഈ ജോലി സ്ഥലത്ത് എനിക്ക് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ കഴിയുമോ? എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമോ? നമ്മോട് തന്നെ ചോദ്യം ചോദിക്കും. ആ ചോദ്യം വന്ന ഉടനെ അടുത്തെന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ. പ്രാർത്ഥനയൊക്കെ അങ്ങ് സ്റ്റോപ്പാവും. ബൈബിളൊക്കെ മടക്കി വെച്ച് എവിടെയെങ്കിലും പോയി കരഞ്ഞും പറഞ്ഞും പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും. അപ്പോൾ അടുത്തെന്താ ചെയ്യുന്നത്? 3, വിടുവിക്കുന്നത് എങ്ങനെ? 32-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമോ? ആകയാൽ യെഹെസ്കേയാവ് നിങ്ങളെ ചതിക്കരുത്, ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത്, നിങ്ങൾ അവനെ വിശ്വസിക്കുകയും അരുത്. ദൈവത്തിൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഈ രാജാവിൻ്റെ പിന്നാലെ നിന്ന് അവൻ്റെ വാക്ക് കേട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മയ്ക്കൊപ്പമായിരിക്കുമ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യെഹെസ്കേയാവിനൊപ്പം ആ ജനം ചേർന്ന് നിന്നതുപോലെ യെഹെസ്കേയാവിൻ്റെ വാക്കുകളിൽ ആ ജനം ധൈര്യപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിന്നതുപോലെ പ്രൈസർ ഫാമിലിയുടെ വാക്ക് കേട്ട് നിങ്ങൾ ഉറച്ച് നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ തകർക്കുവാൻ വേണ്ടി പിശാച് കടന്നു വരും. അയ്യോ, ഇവനൊക്കെ പറയുന്നത് കേട്ട് പ്രാർത്ഥിച്ച്, പിന്നെ പ്രാർത്ഥിച്ചാൽ മതി. ഇവൻ പറയുന്നത് കേട്ട്, സ്തോത്രം, വേറെ വല്ലവനായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. ഇവരൊക്കെ പ്രാർത്ഥിച്ചതുകൊണ്ട്, ഇവരുടെയൊക്കെ വാക്ക് കേട്ടതുകൊണ്ട് അങ്ങോട്ട് നോക്ക്. ആ രോഗം എത്രയോ പേരെ കൊന്നുകളഞ്ഞതാ, എത്രയോ പേർ പടമായി പോസ്റ്റിൽ കയറി. അപ്പോഴാ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നടക്കുന്നേ. എത്ര പേരുടെ കുടുംബം ഒന്നുമില്ലാതായി തീർന്നു. നീ ഇപ്പോഴും പ്രാർത്ഥന എന്ന് പറഞ്ഞ് നടക്കുക. നടന്നതും തന്നെ, തിരിച്ചു വന്നതും തന്നെ. എത്രയോ തലമുറകൾ വഴിയാധാരമായി. അപ്പോഴാ പ്രാർത്ഥിച്ച് നേരെയാക്കാമെന്ന് പറഞ്ഞ് തെറ്റിക്കുവാൻ ശ്രമിക്കുന്ന പിശാച്. പിശാചിനറിയാം യെഹെസ്കേയാവ് കൊടുക്കുന്ന ധൈര്യമാണ്. മുൻപിൽ നിന്ന് യെഹെസ്കേയാവ് ധൈര്യപ്പെടുത്തുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ജനം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് യെഹെസ്കേയാവിനെയും ദൈവജനത്തെയും തമ്മിൽ തെറ്റിക്കുവാനായി
പിശാച് ശ്രമിക്കുന്നു. പിശാചിന്റെ തന്ത്രം നമ്പർ 3, കൂട്ടായ്മയെ തകർത്ത് കളയുവാനുള്ള പിശാചിന്റെ തന്ത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാപിക്കുവാൻ, നിങ്ങൾക്ക് കൈത്താങ്ങായിരിക്കുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് ശക്തി പകരുവാൻ, നിങ്ങൾക്കൊപ്പം ദൈവം ആക്കിയിരിക്കുന്നവരിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുക, ആ കൂട്ടായ്മയെ തകർത്ത് കളയുക. പിശാചിന്റെ തന്ത്രം തിരിച്ചറിയുക, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി തരിക, വിശ്വസിക്കുക. ദൈവം പ്രാർത്ഥന കേൾക്കും, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ നോക്കണ്ട. കാരണം അത് നിങ്ങളുടെ ജീവിതമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നിങ്ങളും നിങ്ങളുടെ ശത്രുവും കാണുവാൻ പോകുക. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ ആയതുകൊണ്ട്. ഓ സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ആയതുകൊണ്ട്. 4-മതായി പിശാചിന്റെ തന്ത്രം ഇതാ, ദൈവത്തെ നിന്ദിക്കുന്നു. 32-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതത് ദേശങ്ങളുടെ ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാതിരുന്നത് പോലെ യെഹെസ്കേയാവിൻ്റെ ദൈവവും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുകയില്ല എന്നിങ്ങനെ അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും തുടങ്ങി. നിന്ന ആർക്ക് വിരോധമായി? ദൈവത്തിന് വിരോധമായി. ദൈവത്തെ കൊച്ചാക്കി കാണിക്കുക. ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്താ കേൾക്കുന്നത്? ദൈവം സകലത്തിനും മതിയായവനാണ്. നിങ്ങളുടെ ആവശ്യം എത്ര വലുതായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് വിധത്തിൽ ബാധിക്കപ്പെട്ടവരായിക്കൊള്ളട്ടെ, നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇതുപോലെ ഞങ്ങളെപ്പോലെ ദൈവത്തെക്കുറിച്ച് പറയുന്നവർ തന്നെ പിശാചിനാൽ വശീകരിക്കപ്പെട്ട് ദൈവത്തെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം പറയുമ്പോൾ, ഓ പിന്നെ ദൈവത്തിന് ഇതൊക്കെയാണ് ജോലി. ഞാനായിരിക്കുന്ന രോഗം ദൈവം സൗഖ്യം തരുമെന്ന് അവർ പറഞ്ഞു. ഓ ദൈവം രോഗസൗഖ്യം ഇല്ലേ? ഞാനായിരിക്കുന്ന ബാധ്യത, ഇതിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. ഓ പിന്നെ നിന്റെ ബാധ്യത തീർക്കാനല്ലേ ദൈവം നടക്കുന്നേ? നിന്റെ തലമുറകളെ വിടിവിക്കാനല്ലേ? നിന്റെ കുടുംബജീവിതം പണിയാനല്ലേ? നീ ആയിരിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്നവരുടെ കൂട്ടം ഒത്തിരി പേരുണ്ട്. ആമേൻ. ദൈവം അവരുടെ പോക്കറ്റിലിരിക്കുന്ന എന്തോ എന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങൾക്ക് വേറെ വേലയൊന്നുമില്ലേ? അപ്പോൾ തിരികെ നമുക്കൊന്ന് ചോദിക്കുവാൻ കഴിയണം, പിന്നെ എന്താ എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഒരു മാർഗമെന്നും അവർക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിന് കഴിയത്തില്ല. ദൈവം ഇതൊന്നും ചെയ്യത്തില്ല. ദൈവം വേറെ എന്തോക്കെ ചെയ്യുന്നതാ. അങ്ങനെ ഒരു ദൈവത്തെയും കൊണ്ട് നടക്കുന്നവർ, ദൈവത്തെ നിന്ദിക്കുവാനായി ശത്രു പ്രയോജനപ്പെടുത്തുന്നവർ, അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽപ്പിൻ. അവർക്ക് നിങ്ങളെ ഏതുവരെ മാറ്റുവാൻ കഴിയും, എങ്ങനെയൊക്കെ മാറ്റുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് വിരോധമായി ഫേസ്ബുക്കിലോ വാട്സപ്പിലോ പോസ്റ്റ് ഇടുന്നവരാക്കി നിങ്ങളെ മാറ്റുവാനായിട്ട് കഴിയും. അതിലപ്പുറമായി അവരിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകുവാൻ പോകുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ നിന്ദിക്കുക എന്ന ശത്രുവിൻ്റെ തന്ത്രത്തെ തിരിച്ചറിയുക. എങ്ങനെയാണ് ദൈവത്തെ നിന്ദിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയുക. ദൈവത്തെ നിന്ദിക്കുവാനായി, നിങ്ങളുടെ പ്രാർത്ഥനയെ തകർക്കുവാനായി പിശാച് അവരെ പ്രയോജനപ്പെടുത്തുന്നു. അവരോടൊപ്പം നിൽക്കരുതേ. 5-മതായി പേടിപ്പിക്കുന്നു. 32-ാം അധ്യായം 18-ാമത്തെ വാക്യം. പട്ടണം പിടിക്കേണ്ടതിന് അവർ യെരൂശലേമിൽ മതിലിന്മേലുള്ള ജനത്തെ പേടിപ്പിച്ചു, ഭ്രമിപ്പിക്കുവാൻ തുടങ്ങി. ഓ സ്തോത്രം. പേടിപ്പിന് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് എന്തിനു വേണ്ടിയാ? ജനം പേടിക്കണം. എന്തിനാ പേടിക്കുന്നേ? നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. പേടിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കത്തില്ല. ഉറച്ചു നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. ആ ഉറപ്പിനെ തകർക്കുവാനാണ് ഈ കാണുന്നതെല്ലാം പിശാച് ചെയ്യുന്നത്. ഭീഷണിപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ദൈവത്തെ നിന്ദിക്കുകയും നിങ്ങളെ നിരാശപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നത്. നിങ്ങൾ പേടിക്കണം, നിങ്ങൾ ഭ്രമിച്ചു പോകണം. പ്രാർത്ഥന അതോടെ നഷ്ടപ്പെടും, ആത്മീയ ജീവിതം തകരും. ഒപ്പം നിൽക്കുന്ന ദൈവസന്നിധിയിൽ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നവരിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും. അങ്ങനെ നിങ്ങൾ പരാജയപ്പെടും. അപ്പോൾ നമ്മൾ ഇന്നലകൾ പരാജയപ്പെടുവാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പിശാചിൻ്റെ തന്ത്രം. ഇനി ദൈവത്തിൻ്റെ ജനം എന്താ ചെയ്തേ? ഇത് ഇത്രയും പിശാച് ചെയ്തു. പിശാച് ചെയ്യുവാനുള്ളത് അത്രയും പിശാച് ചെയ്തു. ഓർക്കുക, ഒരു കല്ലെടുത്ത് പോലും പിശാച് ദൈവജനത്തിന് നേരെ എറിഞ്ഞില്ല. കാരണം പിശാചിനറിയാം. പിന്നെയും പറയുന്നു, ദൈവജനത്തിൻ്റെ ആയുധം പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആ ആയുധപ്പുരയെ നശിപ്പിച്ചത് കൊണ്ട് മാത്രമേ ദൈവജനത്തെ കീഴടക്കുവാൻ കഴിയൂ എന്ന് പിശാചിനറിയാം. നിങ്ങളെ എങ്ങനെ കീഴടക്കാമെന്ന് പിശാചിന് നല്ലതുപോലെ അറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയെ തകർക്കുക. എന്നാൽ ദൈവത്തിൻ്റെ ജനമോ, അവർ ദൈവം തിരഞ്ഞെടുത്ത യെഹെസ്കേയാവിനും പ്രവാചകന്മാർക്കുമൊപ്പം ഉറച്ചു നിന്നു. ഫലം എന്താണ്? അവർ പ്രാർത്ഥിച്ചു. പിശാചിനോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട്
അവർ പ്രാർത്ഥിച്ചു. ഈ പകലിലും ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയുന്നു, പിശാചിനോട് ചോദ്യം ചോദിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ആ പിശാചിനോട് പോയി പണി നോക്കുവാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു. 32-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, ഇത് നിമിത്തം യെഹെസ്കേയാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അവിടെ ഒരു പ്രാർത്ഥനയുടെ അനുഭവം സംജാതമാകുകയാണ്. ജനത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനും രാജാവും പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. തുടർന്ന് വായിക്കുമ്പോൾ ജനവും പ്രാർത്ഥിച്ചു. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഓടിപ്പോകുവാനായി ശത്രു ഒരുക്കിയ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ്, പിശാച് തോൽപ്പിക്കുവാൻ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. ശത്രു ഭീഷണിപ്പെടുത്തി, ദൈവം പ്രവർത്തിച്ചു, ഒരു ദൂതനെ അയച്ചു. എന്തിനു വേണ്ടി? ആ ശത്രുവിന്റെ പക്കൽ നിന്ന് അവരെ വിടിവിക്കുവാനായി. വചനം പറയുന്നു, അശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാധിപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങി പോകേണ്ടി വന്നു. അതേ സഹോദര, അതേ സഹോദരി, നിന്റെ ജീവിതത്തിന് വിരോധമായി ഉയർന്നു വരുന്ന ശത്രു അവൻ ലജ്ജ കൊണ്ട് മുഖം കുനിച്ച് മടങ്ങി പോകുമാറാക്കുന്ന വിധത്തിൽ ദൈവം അവനോട് പ്രതികാരം ചെയ്യും. ഓ, താങ്ക് യു ലോർഡ്. പ്രതികാരം നിനക്കുള്ളതല്ല, അത് യഹോവയ്ക്കുള്ളത്. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ശത്രുവിനോട് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ യുദ്ധമുഖത്ത് എൻ്റെ കർത്താവ് നിനക്ക് ജയം നൽകുവാൻ പോകുക. ശത്രു നിന്നെ വിട്ട് മാറിപ്പോകുവാൻ പോകുക. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. സഹോദര, ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി കടന്നു വന്ന് വെല്ലുവിളിക്കുന്ന, വാദിക്കുന്ന ആ ശത്രു വാങ്ങിപ്പോകുക. അവൻ പിൻവാങ്ങുക, പരാജയപ്പെട്ട് പിൻവാങ്ങുക. അവൻ്റെ ശക്തന്മാർ നിനക്ക് മുമ്പിൽ വീഴുക. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ രോഗമെന്ന ശത്രു മാതാവേ, പിതാവേ, സഹോദര, നിങ്ങൾക്ക് മുമ്പിൽ വീഴുകയാ. ഓ, താങ്ക് യു ലോർഡ്. ദൂതന്മാരെ അയക്കുക ട്രീറ്റ്മെന്റായി. ഓ, ദൂതന്മാരുടെ സാമീപ്യം ചിലർ അനുഭവിക്കുവാൻ പോകുക. ഇതുവരെ ഒരു ട്രീറ്റ്മെന്റും ഇല്ലെന്ന് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് പുതിയ ട്രീറ്റ്മെന്റുകൾ, സ്തോത്രം, ആമേൻ, പുതുവഴികൾ തുറക്കപ്പെടുക. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ സഹോദര, പുതുവഴികൾ തുറക്കപ്പെടുക. നിന്റെ ബിസിനസ് നീ ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം പുതുവഴികൾ തുറക്കപ്പെടുക. തലമുറകൾ വിടിവിക്കപ്പെടുക. ആ ശത്രു മദ്യത്തിലും മയക്കുമരുന്നിലും ദൈവഹിതമല്ലാത്ത വഴികളിലും അവരെ പെടുത്തിയിരിക്കുന്ന ശത്രു വീഴുക. ഓ, ആമേൻ. ശത്രു വീഴുക, എൻ്റെ കർത്താവ് വീഴ്ത്തുക. പിശാച് ഭീഷണിപ്പെടുത്തി, ദൈവം പ്രവർത്തിച്ചു. അതുകൊണ്ട് തീർന്നില്ല കേട്ടോ. ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. 21-ാമത്തെ വാക്യമാണ്. അവൻ തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ശത്രു തിരികെ പോയി. എവിടെ? അവൻ ആശ്രയമായിരിക്കുന്ന അവൻ്റെ ദേവന്റെ മന്ദിരത്തിൽ, ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ചവർ അവനെ അവിടെ വച്ച് വാൾ കൊണ്ടു കൊന്നു. രണ്ട് കാര്യങ്ങൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വിരോധമായി ആഭിചാരങ്ങൾ ചെയ്യുന്നവർ, ശപിക്കുന്നവർ, മറ്റു പലവിധമാകുന്ന കുൽസിത പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നവർ, അവർ അവിടെ തന്നെ ഇല്ലാതായിത്തീരും. ആമേൻ. നിങ്ങൾക്ക് വിരോധമായി പല ദേവീ ദേവന്മാരെയും മൂർത്തികളെയും കൂട്ടുപിടിച്ച് നിങ്ങൾക്കെതിരെ കടന്നു വരുന്നവർ അവരുടെ മുൻപിൽ തന്നെ തകർന്നില്ലാതായിത്തീരും. യേശുവിൻ നാമത്തിൽ അവരെടുത്ത വാളുകൊണ്ട് അവർ തകർക്കപ്പെടുവാൻ പോകുക. ആ മന്ത്രവാദം കൊണ്ട് നീ തകരത്തില്ല. ആ ആഭിചാരം കൊണ്ട് നിന്റെ കുടുംബം തകരത്തില്ല. ഓ, സ്തോത്രം. അത് പുറത്താരെയുമല്ല, അവരുടെ തകർച്ചയ്ക്ക് കാരണമായി കർത്താവ് എഴുന്നേൽപ്പിച്ചത് അവരുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവർ തന്നെ. ആ കുടുംബം ഈ മന്ത്രവാദങ്ങൾ ചെയ്ത് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ നോക്കുന്ന, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, അത് തമ്മിൽ തല്ലി തീരുവന്നേ. ഓ, ആമേൻ, ദൂത. അതുകൊണ്ട് നീ അങ്ങോട്ടൊന്നും നോക്കണ്ട, പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥന വിട്ടുകളയരുത്. പ്രാർത്ഥിച്ചാൽ ദൈവം ജയം നൽകും. ആ പ്രാർത്ഥനയാണ് പിശാചിൻ്റെ നോട്ടം. ആ തന്ത്രങ്ങളെ തിരിച്ചറിയുക. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. ശത്രുവിനെ പിന്നെ കാണത്തില്ല. കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല പകൽക്കാലം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ, വചനത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തി ഞങ്ങളെ ശക്തീകരിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയെ തകർത്ത് വിടുതലിൽ നിന്ന് ഇവരെ അകറ്റിക്കളയുന്ന സകല വെല്ലുവിളികളും സാത്താൻ്റെ തന്ത്രങ്ങളെ തകർക്കപ്പെട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇപ്പോൾ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി
ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ആ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. മദ്യപാനം, വ്യഭിചാരം, വെറിക്കൂത്തുകൾ യേശുവിൻ നാമത്തിൽ, ദുർനടപ്പുകൾ, ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി മേലുള്ള വെല്ലുവിളികൾ മാറട്ടെ. അവർ മാനിക്കപ്പെടട്ടെ. നിന്ദിച്ചവരുടെ മധ്യേ, തകർക്കുവാൻ വാദിച്ച് വെല്ലുവിളിക്കുന്നവരുടെ മധ്യേ അവർ മാനിക്കപ്പെടട്ടെ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമാകട്ടെ. ആ തടസ്സങ്ങൾ മാറട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. സകല വെല്ലുവിളികളും അഴിയട്ടെ. ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. പുതിയ ജോലി സാഹചര്യങ്ങളുള്ള പ്രതികൂലങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥ, യെസ്, അങ്ങനെ സംഭവിക്കട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ വർദ്ധിച്ചു വരട്ടെ. പ്രാർത്ഥിക്കുന്നവരായി ഇവർ മാറട്ടെ. പ്രാർത്ഥനയുള്ള കുടുംബങ്ങൾ ഇവർക്കുണ്ടാകട്ടെ. പ്രാർത്ഥനാ ജീവിതം ഇവർക്കുണ്ടാകട്ടെ. സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം നിറവേറട്ടെ. ആ ബാധ്യതകളിൽ നിന്ന് പുറത്തു വരട്ടെ. കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ. വസ്തു വിൽക്കുവാനായിട്ട് കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ആ വെല്ലുവിളി മാറട്ടെ. വിൽപ്പിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം ദൈവം അനുവദിച്ചാൽ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്നെ എന്ന പ്രതിദിന വചന സന്ദേശവുമായി നാം ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.